إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ്. ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയെന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ നീങ്ങുവാനും അവന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനും കാരണമാകുന്ന ഒന്നാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله. പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന് ആത്മാർത്ഥമായ പ്രയാസത്തിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ ആ പ്രയാസത്തെ നീക്കിക്കൊടുക്കുവാൻ, അവന് ഭൂമിയിൽ ആ പ്രയാസത്തിന് ശേഷവും സമാധാനപൂർവമായ ഒരു ജീവിതം നൽകുവാൻ അല്ലാഹുവോടൊപ്പം നിങ്ങൾക്ക് മറ്റു വല്ല ആരാധ്യരുമുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഒരാൾ റബ്ബിനോട് ചോദിക്കുന്ന പക്ഷം, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നുവെങ്കിൽ നീ നിന്റെ റബ്ബിനോട് ചോദിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ചോദിക്കുന്നുവെങ്കിൽ മറ്റാരെക്കാളും അവൻ ഉത്തരം നൽകുവാൻ കഴിവുള്ളവനും ഉത്തരം നൽകുന്നവനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ضعഫൂ വമാ ഇസ്തകാനൂ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا
وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ഏതൊരു പ്രവാചകനോടൊപ്പം ആക്രമിക്കപ്പെടുന്ന ആ സമൂഹം നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി ഏതൊരു പ്രവാചകനോടൊപ്പം ആളുകൾ അണിനിരന്നിട്ടുണ്ടോ അവരുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു. അവരാത്മാർത്ഥമായി അവരുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ ഞങ്ങളുടെ പരാജയത്തിന് നീ കാരണമാക്കരുതേ. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ ചെയ്തു പോയതിന്റെ കാരണമായി തീരരുതേ, എനിക്ക് നീ പുറത്തു നൽകണമേ. റബ്ബനാഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ടു പോകാനും സ്ഥൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കാനും അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണമേ. വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ മേൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യണമേ എന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും അവനെ മുന്നോട്ട് നയിക്കേണ്ടതായ പ്രതീക്ഷയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യുക്സിറു ദുആ, ധാരാളമായി ഒരു മനുഷ്യൻ ഒരു കാര്യം പടച്ച റബ്ബിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, മൻ യുക്സിറു ദുആ, ധാരാളമായി തന്റെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്ന ആളാണ് എങ്കിൽ, ഫയൂഷികു അയ്യുസ്തജാബ ലഹ്, ആ പ്രാർത്ഥനക്ക് അവന് ഉത്തരം ലഭിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ആവർത്തിച്ച് അവൻ റബ്ബിനോട് ചോദിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനക്ക് മറ്റു പ്രാർത്ഥനകളെക്കാൾ ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരാൾ ആവർത്തിച്ച് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഫഹരിയുൻ അൻ യുസ്തജാബ ലഹ്, അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, ഒരാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെയാണ് ആരാധന. ആരാധനയുടെ സത്ത എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരമാകട്ടെ, ചൊല്ലുന്ന ദിക്റുകളാകട്ടെ, അതിലെല്ലാം ഒരു പ്രാർത്ഥനയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമസ്കാരം ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചൊല്ലുന്ന ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. പടച്ച റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് ആവർത്തിച്ച് ഒരു മുഅ്മിൻ തന്റെ നമസ്കാരത്തിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ അരികിൽ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. മോനെ, യാ ബുനൈ ഇഹ്ഫദില്ലാഹ യഹ്ഫദ്, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, മോനെ, നീ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിനക്കൊരാവശ്യം വരുമ്പോ പടച്ച റബ്ബിന്റെ സാമീപ്യം നിനക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ സഹായം ഇറങ്ങും. പടച്ചവനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കും, ഉത്തരം ലഭിക്കും. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, മോനെ, നീ ചോദിക്കുകയാണെങ്കിൽ പടച്ച റബ്ബിനോട് ചോദിക്ക്, നീ സഹായം തേടുകയാണെങ്കിൽ പടച്ച റബ്ബിനോട് മാത്രം സഹായം തേട്.
എന്നിട്ട് പറഞ്ഞു കൊടുത്തു വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലാ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മുഴുവൻ ലോകത്തുള്ള എല്ലാവരും നിന്നെ ഉപദ്രവിക്കണമെന്ന് കരുതി ഒരുമിച്ച് കൂടിയാൽ പോലും അല്ലാഹു തആല നിനക്കത് വിധിച്ചിട്ടില്ല എങ്കിൽ ഒരാൾക്കും നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും നിന്നെ രക്ഷിക്കണമെന്നും സഹായിക്കണമെന്നും കരുതി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരാൾക്കും ഒരു സഹായവും നിനക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല, പടച്ച റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. റബ്ബിനോട് ചോദിച്ചുകൊള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൽ യഖീനുള്ള, തവക്കുലുള്ള, പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ മനസ്സുള്ള മുഅ്മിനീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. قال النبي صلى الله عليه وسلم ادعوا الله وأنتم موقنون بالإجابة. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള യഖീനോടുകൂടി പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഒരു മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ ചോദിച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ എന്നല്ല, ആ രൂപത്തിലല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്റെ റബ്ബിനോട് പറയുന്ന കാര്യം എന്റെ റബ്ബ് എനിക്കതിന് ഉത്തരം നൽകുമെന്നുള്ള യഖീനോടുകൂടി ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ആ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം നൽകുമെന്നുള്ള യഖീനോടുകൂടി ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യഖീനോടുകൂടി, ഈമാനോടുകൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم احفظ ولاة أمورنا، اللهم احفظ ولاة أمورنا، اللهم وفقهم لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة برحمتك يا أرحم الراحمين. وأقم الصلاة.